ഹായ് പാരപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. മഴയുടെ സമയത്ത് കേട്ടാൽ നന്നായിട്ട് കട്ടിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയാലോ? ബീഫും പൊറോട്ടയും ഒരു കട്ടനും കൂടി കുടിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ബീഫ് കഴുകിയതിന് ശേഷം ആ പാത്രത്തിൻ്റെ അരിവശത്തൊക്കെ നല്ല നീള ബീഫായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ബീഫ് കഴുകിയതിന് ശേഷം എനിക്ക് മഞ്ഞളും ഉപ്പും തിരുമ്പി വെച്ച് പിന്നെ എല്ലാ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ട് അതിൽ കൂട്ടി ചേർത്തിട്ട് അത് കുക്കറിലിട്ട് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് ഒരു അര കപ്പ് വെള്ളം ഞാൻ ഒഴിക്കും. വേറെ ഒന്നല്ല, അതിലും തന്നെ വെള്ളം വരും. എന്നാലും ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിക്കാറുണ്ട്. വേറെ ഒന്നല്ല, ഇനി എങ്ങാനും അടി പിടിച്ചാലൊന്ന് വിചാരിച്ചിട്ട് ഒഴിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് ഗ്യാസ് ഓണാക്കി വെച്ചു കൂട്ടാം. അതിനുശേഷം കുഞ്ഞൂസ് എന്താ ചെയ്യണമെന്ന് വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞൂസ് തകർത്തിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞൂസ് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും അവിടെ ഒരു സൈഡിൽ TV ഓണാക്കി വെക്കും. വേറെ ഒന്നല്ല, അതിലേക്ക് നോക്കിയിട്ടല്ല, പക്ഷേ ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേ ആ അലയടി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം ഏത് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യണേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേബൂബി അമ്മ ചെയ്യണേ, ലേബൂബിനെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വാഴയിലൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് വാഴയിലൊക്കെ പൊട്ടിച്ച് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് കഴിച്ചു. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കുന്ന ചോക്ലേറ്റ് ആട്ടാ. ഹെർഷീസിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ബ്ലൂബെറിയുടെ. എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ ഒരു ചുമ മരുന്നിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നി, പിന്നെ അതൊരു ഇഷ്ടം തോന്നിയിട്ടാ ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു അതിൽ ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ജെല്ലി ആയിട്ടാണ് തോന്നി. അത് കഴിയുമ്പോഴേക്കും കുഞ്ഞൂസ് ചോറ് വേണമെന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, വേവിച്ച് ഇറച്ചി കൂട്ടിയിട്ട് ഇവിടെ ചോറുന്നുള്ളൊരു പതിവാട്ടാ വിനുവിനും കുഞ്ഞൂസിനും. പിന്നെ അതിലത്തെ ഒരു നെയ്ക്കഷ്ണമുള്ള ഇറച്ചി, അത് നമ്മുടെ പതിവാ. അതൊന്ന് വായിലേക്ക് വന്നിട്ടതിന് ശേഷം ഞാൻ കറി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പൊറോട്ട വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇലയൊന്ന് ആവി കയറ്റിയിട്ട് കിഴി പൊറോട്ട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ തുടച്ച് അതിൽ ഒരു ലെയർ പൊറോട്ട പിന്നെ ബീഫ് അങ്ങനെയൊക്കെ വെച്ച് എനിക്ക് പറ്റണ വിധത്തിൽ ഞാൻ അതൊക്കെ ഒന്ന് ചുരുട്ടി കൂട്ടി ആവി കയറ്റണ പാത്രത്തിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അത് കാണുന്നതാണ് കേട്ടോ. ഇത് ഈ പൊറോട്ടയും ബീഫും ഇങ്ങനെ കിടന്ന് കാണിക്കണത്. അതൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് പരമാവധി പറ്റാവുന്ന വിധത്തിൽ ചുരുട്ടി കൂട്ടി ഞാൻ ആവി കയറ്റി എന്നിട്ട് അത് കഴിക്കായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാറൊക്കെ അതിലേക്ക് കുതിർന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അത് കഴിഞ്ഞ് അത് ഭയങ്കര ചൂടായിരുന്നു തുടക്കത്തിൽ കഴിക്കുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും ഓരോ പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കട്ടനും കൂടി കുടിച്ചു. വേറെ ഒന്നല്ല, കട്ടൻ കുടിക്കുമ്പോൾ ഒരു സുഖ ഈ പൊറോട്ടയൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. ഹായ് പാരപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. മഴയുടെ സമയത്ത് കേട്ടാൽ നന്നായിട്ട് കട്ടിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയാലോ? ബീഫും പൊറോട്ടയും ഒരു കട്ടനും കൂടി കുടിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ബീഫ് കഴുകിയതിന് ശേഷം ആ പാത്രത്തിൻ്റെ അരിവശത്തൊക്കെ നല്ല നീള ബീഫായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ബീഫ് കഴുകിയതിന് ശേഷം എനിക്ക് മഞ്ഞളും ഉപ്പും തിരുമ്പി വെച്ച് പിന്നെ എല്ലാ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ട് അതിൽ കൂട്ടി ചേർത്തിട്ട് അത് കുക്കറിലിട്ട് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് ഒരു അര കപ്പ് വെള്ളം ഞാൻ ഒഴിക്കും. വേറെ ഒന്നല്ല, അതിലും തന്നെ വെള്ളം വരും. എന്നാലും ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിക്കാറുണ്ട്. വേറെ ഒന്നല്ല, ഇനി എങ്ങാനും അടി പിടിച്ചാലൊന്ന് വിചാരിച്ചിട്ട് ഒഴിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് ഗ്യാസ് ഓണാക്കി വെച്ചു കൂട്ടാം. അതിനുശേഷം കുഞ്ഞൂസ് എന്താ ചെയ്യണമെന്ന് വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞൂസ് തകർത്തിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞൂസ് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും അവിടെ ഒരു സൈഡിൽ TV ഓണാക്കി വെക്കും. വേറെ ഒന്നല്ല, അതിലേക്ക് നോക്കിയിട്ടല്ല, പക്ഷേ ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേ ആ അലയടി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം ഏത് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട്